ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് നമുക്കിനി ക്രിസ്മസ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ കേരള പാഠാവലി, അതായത് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആയ രുചിമേളം, ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വീട്ടിലാണെങ്കിൽ, ഇപ്പൊ സ്കൂളില്ലാത്ത ദിവസം നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുവാണെങ്കിലും നമ്മൾ നിർബന്ധമായി നമുക്ക് അച്ഛനും അമ്മയും എന്ത് തരും? പ്രഭാത ഭക്ഷണം തരും, ബ്രേക്ക്ഫാസ്റ്റ് തരും. അപ്പൊ അത് നിർബന്ധമായി നമ്മൾ കഴിക്കണം എന്ന് അവരിങ്ങനെ വാശി പിടിക്കും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ ഒഴിവാക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? യെസ്, നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എനർജി വേണം, നമുക്ക് ഊർജ്ജം വേണം, ശക്തി വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയുന്നത്. ദിവസം മുഴുവൻ കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി കിട്ടുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നായതുകൊണ്ടാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാ, ആഹാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? കുറെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. നമുക്കിപ്പോൾ പച്ചക്കറികൾ ഉപയോഗിക്കണം, പഴങ്ങൾ ഉപയോഗിക്കണം, പിന്നെ എന്താണ്, നമ്മൾ ധാന്യങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ കുറേ ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പൊ എല്ലാത്തിനും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം ധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ധാന്യങ്ങൾക്ക് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അരി. വേറെ എന്താണ്, നമുക്ക് ഗോതമ്പൊക്കെ പറയാൻ പറ്റും. പിന്നെ പഴങ്ങൾ നമുക്കിപ്പം വാഴപ്പഴമുണ്ട്, ചക്കപ്പഴമുണ്ട്, അതുപോലെ തന്നെ മാങ്ങയുണ്ട്, അങ്ങനെ കുറെ ആപ്പിള്, മുന്തിരി, അതൊക്കെ പഴങ്ങളാണ്. അപ്പോൾ ധാന്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, പഴങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ വേണം. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പയറുണ്ട്, അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇനി പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻപയറുണ്ട്, ചെറുപയറുണ്ട്, അതൊക്കെ പയറുവർഗ്ഗങ്ങളാണ്. ഇതും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ കിഴങ്ങുകൾ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, അങ്ങനെ കുറേ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതും നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. പിന്നെ ഇലക്കറികൾ, നമ്മുടെ മുരിങ്ങയില, പിന്നെ മത്തനില, അതുപോലെ തന്നെ ചീരയില, അതൊക്കെ എന്താണ്, നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഐറ്റംസ് ആണ്. സോ ഈ ഓരോ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്കും കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് നൈസായിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്? നമുക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ, ഐസ്ക്രീം ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കണം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള പാത്രത്തിലേക്ക് ഇടണം, ആവശ്യത്തിന് മധുരം ചേർക്കുക, നന്നായി ഇളക്കുക, ഫ്രൂട്ട് സാലഡ് റെഡി. അപ്പൊ ഫ്രൂട്ട് സാലഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പഴങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് കുറേ ഐസ്ക്രീം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കുറച്ച് മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഐസ്ക്രീം യൂസ് ചെയ്യാം, അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് വിവരിച്ചെഴുതാനായിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.